ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും ചേർന്ന് ഒരു പുതിയ സഖ്യം രൂപപ്പെട്ടു വരുന്നു എന്നതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ചേർന്നിട്ട് പുതിയ ഒരു സൈനിക കൂട്ടായ്മ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിന് എതിരായിട്ടാണ് പുതിയൊരു സഖ്യം രൂപപ്പെട്ടു വരുന്നത്. കാരണം സൗദി എല്ലായ്പ്പോഴും ഇറാനെതിരായിട്ടാണ്. അപ്പോൾ ഇറാൻ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഇറാനിലെ ചാബഹാർ തുറമുഖം ഇന്ത്യയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഏതാണ്ട് 500 ദശലക്ഷം ഡോളറാണ് നമ്മളിവിടെ ചിലവാക്കിയിരിക്കുന്നത്. ഇവിടെ അമേരിക്ക ഇറാനെതിരെ ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉപരോധങ്ങൾ ഇന്ത്യക്കും ബാധകമാണ് എന്ന് പറഞ്ഞാൽ ചാബഹാർ തുറമുഖത്തിനും ബാധകമാണെന്ന് പറഞ്ഞിട്ട് നമ്മളിൽ ഒരു പ്രഷർ ചെലുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അഫ്ഗാനിലൂടെ ഇപ്പോൾ അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം കടൽ തീരമൊന്നുമില്ല. അപ്പോൾ അഫ്ഗാൻ വഴി മധ്യേഷ്യയിലേക്കും യൂറോപ്പിലേക്കുമുള്ള ഒരു പ്രൊജക്റ്റ് എന്ന നിലയിലാണ് നമ്മൾ ചാബഹാർ തുറമുഖം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരായ താരിഫ് യുദ്ധത്തിൻ്റെ ഭാഗമായി ഇറാനെതിരെ എന്ന വ്യാജേന ഇന്ത്യക്കെതിരെ ഒരു ഉപരോധം തീർക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇറാൻ പറയുന്നു ഇതൊന്നും കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല, ഇത്തരം ഉപരോധങ്ങളൊന്നും ഞങ്ങൾ വില വെക്കുന്നു പോലുമില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇറാനുമായിട്ട് നമുക്ക് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ വലിയൊരു കച്ചവടമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുണ്ട്. ഒരു പക്ഷേ സൗദിയുമായിട്ട് നമ്മൾ ഈ രീതിയിലുള്ള കച്ചവടം നടക്കുന്നു. ഇവിടെ തുർക്കിയുമായിട്ട് ചേർന്നിട്ട് അറബ് നാറ്റോ ഒക്കെ രൂപീകരിച്ച് പാകിസ്ഥാന് ഇസ്ലാമിക രാജ്യങ്ങളുടെ മേധാവിത്വം ഭാവിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്നിട്ട് പാകിസ്ഥാനിലെ ഖ്വാജ ഹുസൈൻ എന്ന് പറയുന്ന മന്ത്രി തന്നെ പറയുന്നത്, ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന മന്ത്രി തന്നെ പറയുന്നത്, ഞങ്ങളെ ആക്രമിച്ചാൽ സൗദി അറേബ്യ ഇന്ത്യയെ ആക്രമിക്കും. അതായത് സൗദിയെ മുന്നിൽ നിർത്തി അത്തരം ഒരു ആക്രമണം നടത്തുമെന്നാണ് പറയുന്നത്. ഇവിടെ സൗദി അറേബ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു നല്ല ട്രേഡ് പാർട്ണർ കൂടിയാണ്. കാരണം ലോകത്ത് ഏറ്റവും അധികം എണ്ണ ഇന്ത്യ വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യം സൗദിയാണ്. അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് എത്രയോ കാലമായിട്ടുള്ള ബന്ധമുണ്ട്. ഇവിടെ സൗദി അറേബ്യയ്ക്ക് അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പോൾ തങ്ങളെ എക്കാലവും അമേരിക്ക സംരക്ഷിക്കുമെന്ന് സൗദി കരുതിയെങ്കിലും ഈ ദോഹയിൽ നടന്ന ആക്രമണത്തിലൂടെ സൗദി ഭയപ്പെടുന്നുണ്ട്. ഖത്തറിൽ അവർക്ക് ഏറ്റവും വലിയ എയർബേസ് ഒക്കെ ഉണ്ട്, സൈനിക താവളമുണ്ട്. എന്നിട്ട് പോലും ഇസ്രയേൽ ആക്രമണത്തെ തടയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മറ്റ് ചില രാജ്യങ്ങളുമായിട്ട് സൗഹൃദം വേണം. അതുകൊണ്ടാണ് ആണവായുധങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്ന പാകിസ്ഥാനുമായിട്ട് ഒരു സൈനിക കരാറിലേക്ക് ഈ സൗദി അറേബ്യ നീങ്ങുന്നത്. സത്യത്തിൽ അത് ഇന്ത്യക്കെതിരെയുള്ള നീക്കമൊന്നുമല്ല, പക്ഷേ പാകിസ്ഥാൻ അങ്ങനെ പറയുന്നുണ്ട്. ഇനി അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം എടുക്കണം. അഫ്ഗാനിസ്ഥാനെ എല്ലായ്പ്പോഴും സഹായിച്ചത് പാകിസ്ഥാനാണ്. കാരണം ഈ താലിബാൻ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് സൈനികപരമായിട്ട് സാമ്പത്തികപരമായിട്ട് ആർമിയൊക്കെ വിട്ടുകൊടുത്ത് കുറേ സഹായങ്ങൾ പാകിസ്ഥാൻ ചെയ്തിരുന്നു. നമുക്കറിയാം 2021 അമേരിക്ക താലിബാൻ വിട്ട് പുറത്ത്, അതായത് അഫ്ഗാൻ വിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് താലിബാൻ വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു. അന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ എല്ലാ സഹായമൊക്കെ ചെയ്തു കൊടുത്തു. പിന്നീട് ഇമ്രാൻഖാൻ ഭരണകൂടം പോയപ്പോൾ താലിബാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇതേ താലിബാനിൽ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ ഇന്ത്യയാണ് അവിടെ മരുന്നും ഭക്ഷ്യവസ്തുക്കളും മറ്റ് സഹായങ്ങളുമൊക്കെ എത്തിച്ചത്. അപ്പം ഔദ്യോഗികമായി താലിബാൻ ഭരണകൂടത്തെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല. പക്ഷേ അനൗദ്യോഗികമായിട്ട് ചില ചർച്ചകൾ നടത്തുന്നുണ്ട്, സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നൽകുന്നുണ്ട്. ഇന്ത്യക്ക് വേണ്ടി താലിബാനും ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാന് ഒരു ഭീഷണിയായിട്ട് അഫ്ഗാനിസ്ഥാൻ വരുന്നു. അതുകൊണ്ട് ഈ ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ കഴിഞ്ഞ ദിവസം വലിയ സ്ഫോടനം നടത്തി. അപ്പോൾ പാകിസ്ഥാനാണ് ആ സ്ഫോടനം നടത്തിയത്, പകരം ഇത് നടത്തിയ ഇസ്രായേലാണെന്നൊക്കെ വരുത്തി തീർത്ത് ഒരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചു. പക്ഷേ ചൈനീസ് ആയുധങ്ങളാണ് അല്ലെങ്കിൽ തുർക്കിയുടെ ആയുധങ്ങളാണെന്നൊക്കെ കണ്ടെത്തിയതോടുകൂടി ആ ഉദ്യമം പൊളിഞ്ഞു. ഇത് അഫ്ഗാൻ വളരെ ഗൗരവത്തോടെ കാണുന്നു. കാരണം പാകിസ്ഥാൻ തങ്ങൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ബാഗ്രാം എയർബേസ് എന്ന് പറയുന്ന അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ഒരു സൈനിക താവളം അഫ്ഗാനിലുണ്ടായിരുന്നു. അമേരിക്ക അവിടെ നിന്ന് പോയപ്പോൾ ഇതിൻ്റെ നിയന്ത്രണം അഫ്ഗാനിസ്ഥാനെ ഏറ്റെടുത്തു. ഇപ്പോൾ അമേരിക്ക പറയുകയാണ് ഞങ്ങൾക്ക് ഈ ബാഗ്രാം എയർബേസ് തിരിച്ചു വേണം. പക്ഷേ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു നിങ്ങൾ പോയി പണി നോക്ക്, ഇതൊന്നും തരുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനെ മുന്നിൽ നിർത്തി അമേരിക്ക അവിടേക്ക് ചില കളികൾ നടത്താം. ശരിക്കും പറഞ്ഞാൽ 1950കളിൽ അന്നത്തെ USSR, അതായത് സോവിയറ്റ് യൂണിയനാണ് ഇവിടെ ഒരു എയർബേസ് സമാനമായ ഒരു മേഖല സൃഷ്ടിച്ചെടുത്തത്. പിന്നീട് അവിടെ US അതുപോലെ നാറ്റോ രാജ്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ 60 ഏക്കർ സ്ഥലം ഒരു വലിയ ടൗൺഷിപ്പായിട്ട് വികസിപ്പിക്കുന്നത്. അവിടെ ടൗൺഷിപ്പിൽ മാളുകളുണ്ട്, അതുപോലെ തന്നെ ഷോപ്പുകളുണ്ട്, ജിംനേഷ്യമുണ്ട്, എൻ്റർടൈൻമെൻറ്റുള്ള സംവിധാനമുണ്ട്. അങ്ങനെ ഈ എയർബേസ് ഉൾപ്പെടുന്ന മേഖല ഒരു വലിയ സിറ്റിയായിട്ട് മാറി. ഇവിടെ 3 കിലോമീറ്റർ റൺവേ ഉണ്ട്, 2 റൺവേ ഉണ്ട് 3 കിലോമീറ്റർ ദൂരത്തിൽ. എന്ന് പറഞ്ഞാൽ യുദ്ധവിമാനങ്ങളോ ചരക്ക് വിമാനങ്ങളോ വൻകിട വിമാനങ്ങളെല്ലാം തന്നെ വന്നിറങ്ങാൻ പറ്റും. അത്തരമൊരു മേഖല ഉപേക്ഷിച്ച്, ആയുധങ്ങൾ ഉപേക്ഷിച്ച് 4 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഇവിടെ നിന്ന് പോയതാണ്.
ഇപ്പോൾ ഈ എയർബേസ് തിരിച്ചു വേണമെന്ന് പറയുന്നു. അപ്പോൾ USSR പറയുന്നു, അപ്പോൾ ഇന്ന് USSR അല്ല, ഇന്ന് റഷ്യ. പുടിൻ പറയുകയാണ് അവർക്ക് ഇതിൻ്റെ മേൽ യാതൊരു അവകാശവുമില്ല, ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഞങ്ങൾക്കാണ്, അതുകൊണ്ട് അമേരിക്ക ഇതും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുന്നു. അപ്പോൾ ബാഗ്രാം ടൗൺഷിപ്പ് എന്ന് പറയുന്നത് 1950കളിൽ USSR സ്ഥാപിച്ചതാണെന്ന് റഷ്യ നിലപാടെടുത്താൽ അമേരിക്ക ഇതേ അവകാശവാദം ഉന്നയിച്ച് വന്നാൽ അതൊരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കും. അതുകൊണ്ടാണ് അമേരിക്ക പതിയെ പാകിസ്ഥാനെ മുന്നിലേക്ക് ഇറക്കുന്നത്. അങ്ങനെ ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ സ്ഫോടനമൊക്കെ ഉണ്ടാക്കുന്നു. മാത്രമല്ല ഈ തെഹ്രിക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാൻ അനുകൂല സംഘടന പാകിസ്ഥാൻ എന്നും ഭീഷണിയാണ്. അവർക്ക് എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടേക്ക് കടന്നു കയറാനായിട്ട് അമേരിക്ക പാകിസ്ഥാനെ ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അമേരിക്ക ഇങ്ങനെ കടന്നു വരുന്നത് ചൈനയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ചൈന വലിയ നിക്ഷേപമൊക്കെ നടത്തുന്നുണ്ട്, സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ അമേരിക്ക അങ്ങോട്ടേക്ക് കടന്നു കയറുന്നത് ചൈനയ്ക്കും ഭീഷണിയാണ്. അതുകൊണ്ട് ചൈനയും അതിനെ എതിർക്കും. മാത്രമല്ല അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അയൽ രാജ്യമായ ചൈന കൂടെ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അമേരിക്ക ദൂരെ നിന്നുള്ളൊരു രാജ്യമാണ്, അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇത്തരം നീക്കവുമായിട്ട് മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ US-ലെ ബാഗ്രാം എയർബേസ് എന്ന് പറയുന്നത് പിടിച്ചെടുക്കാനായിട്ട് നോക്കിയാൽ ഒരു യുദ്ധമുണ്ടാകുമെന്ന് അഫ്ഗാനിസ്ഥാൻ, അതായത് താലിബാൻ ഭരണകൂടം തന്നെ പറയുന്നു. ഇതിനെ എങ്ങനെ നേരിടുമെന്ന് ഇവർക്ക് അറിയില്ല. നിലവിൽ ഈജിപ്തും തുർക്കിയും ഒക്കെ ചേർന്ന് ഒരു അറബ് നാറ്റോ രൂപീകരിക്കുമെന്നും അതിൻ്റെ തലപ്പത്ത് പാകിസ്ഥാൻ വന്നിട്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് കണ്ടറിയണം. കാരണം ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള കൂട്ടുകെട്ടൊക്കെ ലോകം കണ്ടതാണ്. ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ ഈ 3 രാഷ്ട്രത്തലവന്മാരും ഒന്നിച്ച് നിന്നതോടുകൂടി അമേരിക്കയ്ക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിട്ട് അത് മാറുകയും ചെയ്തു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഇറാനും ചേർന്ന് പുതിയൊരു സഖ്യം ഇവിടെ രൂപപ്പെട്ടു വരുന്നു. അത് സൗദി അറേബ്യയ്ക്കും പാകിസ്ഥാനും എതിരെയാണ് എന്ന വ്യാഖ്യാനമാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇസ്രയേൽ നടത്തുന്ന ഹമാസിലെ ഈ അധിനിവേശം അല്ലെങ്കിൽ അതിക്രമങ്ങൾ ഏഷ്യയിലെ വൻ ശക്തികൾക്കിടയിൽ ഒരു വലിയ ചേരിതിരിവുണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ 10 യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം വേണം, പലസ്തീനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇത് ഹമാസിന് നിങ്ങൾ കൊടുക്കുന്ന റിവാർഡാണ്, ഈ ഹമാസിനെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ അവരെ ഉന്മൂലനം ചെയ്യുന്നത് വരെ ഈ ആക്രമണത്തിൽ നിന്ന് പിന്മാറില്ല. ഒപ്പം ഇപ്പോൾ പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന അവിടുത്തെ ഭരണകൂടം, അതിൻ്റെ പ്രസിഡൻ്റായ മഹമ്മൂദ് അബ്ബാസും പറയുന്നു ഹമാസ് ഭീകരവാദികൾ രാജ്യം വിട്ടുപോകണം, നിങ്ങൾ പലസ്തീൻ അതോറിറ്റിക്ക് മുമ്പിൽ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ആഗോള രാഷ്ട്രീയത്തിൽ ഒരുപാട് മലക്കം മറിച്ചിലുകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ സൗദി അറേബ്യയിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാനാണ് പാകിസ്ഥാൻ അവരുമായിട്ട് സൈനിക കരാറിൽ ഏർപ്പെടുന്നത്. അമേരിക്കൻ സഹായം കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചാണ് സൗദി പാകിസ്ഥാനുമായിട്ടുള്ള ബാന്ധവം പുനരാരംഭിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ഈ മെക്കയ്ക്ക് നേരെ ഒരു ആക്രമണം നടന്നിരുന്നു 1979. അന്ന് പാകിസ്ഥാൻ പട്ടാളം അവിടെ സഹായവുമായി എത്തി. മാത്രമല്ല സൗദി പട്ടാളത്തിന് സഹായം നൽകാൻ പാക് ആർമി തലവൻ ഉൾപ്പെടെ അവിടേക്ക് എത്തുകയും ചെയ്തു. അത്തരം ഒരു ബന്ധത്തിലൂടെ ഗൾഫ് രാജ്യങ്ങളുടെ മുഴുവൻ സംരക്ഷകർ എന്ന നിലപാടെടുക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി തിരിച്ചാക്രമിക്കുമെന്ന് പാകിസ്ഥാനിലെ മന്ത്രിമാർ പോലും ഇപ്പോൾ പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനെ ലക്ഷ്യമാക്കി ചില നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നു. അതിനെ തടയാൻ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും ഒന്നിച്ചു നിൽക്കുന്നു. ബാഹ്യമായിട്ടുള്ള പൂർണ്ണ പിന്തുണയുമായിട്ട് റഷ്യയും നിലകൊള്ളുന്നു. ഏതെങ്കിലും തരത്തിൽ ബാഗ്രാം എയർബേസ് തിരിച്ചുപിടിക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ അതൊരു യുദ്ധപ്രഖ്യാപനമായി മാറുമെന്ന് താലിബാൻ പ്രഖ്യാപിച്ചു. ഇതിൽ അവകാശവാദം ഉന്നയിക്കാൻ അമേരിക്കയ്ക്ക് അധികാരമില്ലെന്ന് റഷ്യയും പ്രഖ്യാപിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ബൃഹത് പദ്ധതിയുമായിട്ട് ഇന്ത്യ ഇറാൻ ടീം രംഗത്തേക്ക് വരുന്നു. അത് പാക്കികൾക്കുള്ള വലിയ തിരിച്ചടിയാകും. അപ്പോൾ പാകിസ്ഥാനോട് വലിയ താല്പര്യമൊന്നും പണ്ട് ഇറാൻ ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു ആക്രമണമൊക്കെ നടത്തി താലിബാനിൽ അസ്വസ്ഥത സൃഷ്ടിക്കാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ താലിബാൻ ഭരണകൂടവും പാകിസ്ഥാനെതിരായിട്ട് മാറിയിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയും ഇറാനും ചേർന്ന് നടത്തുന്ന ഒരു നീക്കം പാകിസ്ഥാനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.